സ്വാഗതം ഇന്ത്യ സ്കാനിലേക്ക്. 8 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്തു കൊന്ന മനു സുഭാഷ് എന്ന 55-കാരനായിരിക്കാം ഉത്തർപ്രദേശിൽ അവസാനമായി പോലീസ് ഏറ്റുമുട്ടലിലൂടെ കൊല്ലപ്പെട്ട വ്യക്തി. ഫറൂഖാബാദ് പോലീസുമായുള്ള ഏറ്റുമുട്ടലിലാണ് അയാൾ കൊല്ലപ്പെട്ടതത്രേ. മനു സുഭാഷ് പോലീസുകാർക്കെതിരെ വെടിവെച്ചപ്പോൾ പോലീസിന് തിരിച്ചു വെടിവെക്കുകയല്ലാതെ നിവൃത്തിയില്ലായിരുന്നു എന്നാണ് പോലീസ് ഭാഷ്യം. കൊലപാതകം, തട്ടിക്കൊണ്ടുപോകൽ, മോഷണം തുടങ്ങി നിരവധി കുറ്റകൃത്യങ്ങളിൽ പ്രതിയാണ് ഇദ്ദേഹമെന്നും പോലീസ് പറയുന്നുണ്ട്. യാതൊരു തരത്തിലുമുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഉപയോഗിക്കാത്ത ഇയാളെ ദിവസങ്ങൾ നീണ്ട തിരച്ചിലിനൊടുവിലാണ് പോലീസിന് പിടികൂടാനായത്. നേരത്തെ ഇയാളെ പിടികൂടുന്നവർക്ക് 1 ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ചിരുന്നു. 2017 ആദിത്യനാഥ് സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം ഏറ്റുമുട്ടൽ കൊലകളിൽ വൻ വർധനവാണ് ഉത്തർപ്രദേശിൽ ഉണ്ടായിരിക്കുന്നത്. 2017-നും 2024-നും ഇടയിൽ ഇത്തരത്തിലുള്ള 234 കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ടെന്നാണ് ഉത്തർപ്രദേശ് പോലീസ് പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത്. ഈ നടപടിയിലൂടെ ഒരുപാട് ക്രിമിനലുകളെ ഇല്ലാതാക്കാനായി എന്നാണ് പോലീസിന്റെ അവകാശവാദം. മരണത്തിന് കീഴടങ്ങാതെ പരിക്കേറ്റവരുടെ എണ്ണം 9202 വരും. ഈ 8 വർഷത്തിനിടയിൽ ഇത്തരത്തിലുള്ള 15,000-ഓളം ഏറ്റുമുട്ടലുകൾ ഉത്തർപ്രദേശിൽ നടന്നിട്ടുണ്ട്. 20-നടുത്ത് പോലീസ് ഉദ്യോഗസ്ഥർ കൊല്ലപ്പെടുകയും ആയിരക്കണക്കിന് ഉദ്യോഗസ്ഥർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടെന്നും ഈ രേഖകൾ സൂചിപ്പിക്കുന്നു. മീററ്റ്, ആഗ്ര, വാരാണസി എന്നിങ്ങനെ 3 സോണുകളാക്കി തിരിച്ച് കണക്കുകൾ വിശദീകരിക്കുന്ന റിപ്പോർട്ടിൽ മീററ്റ് സോണിലാണ് ഏറ്റവും കൂടുതൽ ഏറ്റുമുട്ടലുകൾ നടന്നിട്ടുള്ളത്. അതേസമയം പോലീസിന്റെ നടപടികൾക്കെതിരെയുള്ള പ്രതിഷേധവും ഉത്തർപ്രദേശിൽ അരങ്ങേറുന്നുണ്ട്. കൊല്ലപ്പെട്ടവരുടെ മതവും ജാതിയും ഒക്കെ തിരിച്ച് വിശദീകരിക്കുന്ന റിപ്പോർട്ട് BJP ഭരണത്തിൽ പിന്നാക്ക സമുദായങ്ങൾ അനുഭവിക്കുന്ന വിവേചനങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നതെന്ന് വിമർശകർ പറയുന്നു. ഇക്കാര്യങ്ങളിൽ നടപടിയെടുക്കേണ്ട മനുഷ്യാവകാശ കമ്മീഷൻ ആവട്ടെ പോലീസിന് അനുകൂലമായാണ് റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ തങ്ങൾ കിട്ടുന്ന പരാതികളിൽ പലതും മറ്റ് പല ഏജൻസികൾക്കും ഫോർവേഡ് ചെയ്ത് തടിയൂരുകയാണെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. പരിഗണിച്ച 75 കേസുകളിൽ ആകെ 2 മാത്രമാണ് നഷ്ടപരിഹാരത്തിനുള്ള വിധി വന്നത്. ഒരു കേസിൽ പോലും പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടായിട്ടില്ല. ദേശീയ കമ്മീഷൻ അനങ്ങാപ്പാറ നയം കാരണം 2010-11 കാലയളവിൽ കെട്ടിക്കിടക്കുന്ന കേസുകളുടെ എണ്ണം 36% 2020-ലായപ്പോഴേക്കും അത് 74 മാറി. 2021 ഒരു സംഭവം നോക്കുക. സീഷാൻ ഹൈദറിന് ആ വർഷം സെപ്റ്റംബർ 5 ഒരു ഫോൺ വരുന്നു. 50-കാരനായ അദ്ദേഹം തൻ്റെ ഭാര്യയോട് പറഞ്ഞ ശേഷം പുറത്തേക്ക് പോകുന്നു. ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ട് പോലീസാണ് അത്ര അദ്ദേഹത്തെ വിളിച്ചത്. അരമണിക്കൂറിനകം അദ്ദേഹത്തിന്റെ ഫോൺ നിശബ്ദമായി. പിറ്റേ ദിവസം രാവിലെയോടെ ആ വൃദ്ധഹൃദയവും നിശബ്ദമായി. പശുക്കളെ കട്ടുകൊണ്ടുപോകുന്നവരുമായുണ്ടായ ഏറ്റുമുട്ടലിൽ അദ്ദേഹം കൊല്ലപ്പെടുകയായിരുന്നു എന്നാണ് പോലീസ് ഭാഷ്യം. തുടയിൽ വെടിയേറ്റ സീഷാൻ രക്തം വാർന്നാണ് മരിച്ചത്. അതുവരെ ഒരു ക്രിമിനൽ കേസ് പോലും ഇല്ലാതിരുന്ന അദ്ദേഹം മരിച്ച ദിവസം കൊലപാതകം, കൊലപാതക ശ്രമം, കലാപം തുടങ്ങിയ വകുപ്പുകൾ പ്രകാരം 4 കേസുകളിലാണ് പ്രതിയായത്. സീഷാന്റെ ഭാര്യ അഫ്രോസ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചുവെങ്കിലും പോലീസിന്റെ വാദങ്ങൾ അംഗീകരിച്ച കമ്മീഷൻ പരാതി തള്ളുകയായിരുന്നു. പക്ഷെ കമ്മീഷന്റെ ഈ നടപടി ഉണ്ടായി 2 ദിവസം കഴിഞ്ഞപ്പോൾ സീഷാന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് 12 പോലീസുകാരെ സഹാറൻപൂരിലെ മജിസ്ട്രേറ്റ് കോടതി അറസ്റ്റ് ചെയ്തു. 2025 മാർച്ചിൽ കേസ് ക്ലോസ് ചെയ്തതായുള്ള പോലീസ് റിപ്പോർട്ട് അവഗണിച്ച കോടതി പുനരന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു. പോലീസിന്റെ കസ്റ്റഡിയിലായിരുന്ന പ്രതിയുടെ പക്കൽ തോക്കുകളും മറ്റും ഉണ്ടായിരുന്നു എന്ന പോലീസിന്റെ വാദത്തെ കോടതി മുഖവിലക്കെടുത്തില്ല. പോലീസ് തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കെ പ്രതികൾ പരസ്പരം വെടിവെച്ച് മരിക്കുകയായിരുന്നു എന്ന പോലീസ് ഭാഷ്യം ചിരിച്ചുകൊണ്ടല്ലാതെ വായിക്കാനാവില്ലെന്നും കോടതി വിലയിരുത്തി. സീഷാൻ കൊല്ലപ്പെട്ട അതേ ദിവസമാണ് അദ്ദേഹത്തിന്റെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്തതെന്നതും സംശയാസ്പദമാണെന്ന് കോടതി പറഞ്ഞു. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പല നിലപാടുകളും ഇരകളുടെ ആവശ്യം പരിഗണിച്ചുള്ളതല്ല എന്ന വിമർശനവും നിലനിൽക്കുന്നുണ്ട്. കൊല്ലപ്പെട്ട വ്യക്തികളുടെ വീട് സന്ദർശിക്കാൻ കമ്മീഷന്റെ ആളുകൾ തീരുമാനിക്കുമ്പോൾ അവർ പോലീസിനെയും പ്രാദേശിക ഭരണകൂടത്തെയും അറിയിക്കും. അതോടെ കുടുംബം ഭീതിയിലാവും. ചിലപ്പോൾ വ്യാജ ഏറ്റുമുട്ടലാണ് എന്ന് കമ്മീഷൻ കണ്ടെത്തിയാലും അതിൽ നടപടിയെടുക്കുന്നതിൽ നിന്നും അവർ പിറകോട്ട് പോകുന്നതും സാധാരണയാണത്രേ. സുമിത് ഗുജ്ജാറിന്റെ കേസിലും ആപ്പിൾ കമ്പനി തൊഴിലാളി വിവേക് തിവാരിയുടെ കേസിലും സംഭവിച്ചത് ഇതാണ്. 2 കേസിലും പോലീസുകാരായ പ്രതികൾ ശിക്ഷിക്കപ്പെട്ടില്ല. പക്ഷേ ഇരകൾക്ക് നഷ്ടപരിഹാരം അനുവദിച്ചുകൊണ്ട് കമ്മീഷൻ വിധി പ്രസ്താവിച്ചു. തിവാരിയുടെ കേസിൽ പോലീസുകാരാണ് നഷ്ടപരിഹാര തുക നൽകാമെന്ന് സമ്മതിച്ചത്. നഷ്ടപരിഹാരം നൽകി കേസ് അവസാനിച്ചു. അത്രയേ കമ്മീഷന്റെ രേഖയിലുള്ളൂ. ഗുജ്ജാറിന്റെ കേസ് പിന്നീട് CBIക്ക് കൈമാറിയെങ്കിലും ഒരു പുരോഗതിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. NIA ഗംഭീര അന്വേഷണ ഏജൻസിയാണെന്നാണ് വെപ്പ്.
ചില പ്രത്യേക കേസുകൾ അവർ അന്വേഷിച്ചാലേ തീർപ്പാകൂ എന്നും കരുതപ്പെടുന്നു. പക്ഷെ അവരുടെ അന്വേഷണങ്ങൾ മുറക്കി നടക്കുന്നുണ്ടെങ്കിലും വിചാരണയ്ക്ക് കോടതികളില്ലെന്നതാണ് സത്യം. ഇത്തരം കേസുകളിലെ പ്രതികളെ ശിക്ഷിക്കണോ വെറുതെ വിടണോ എന്ന് തീരുമാനിക്കാൻ സ്പെഷ്യൽ NIA കോടതികൾ സ്ഥാപിച്ചേ പറ്റൂ എന്നാണ് സുപ്രീം കോടതിയുടെ പുതിയ നിലപാട്. സ്വതവേ രാജ്യത്ത് നടക്കുന്ന കണക്ക് ഇത്തരം കേസുകളിലെ പ്രതികളും അനന്തമായി വിചാരണ തടവുകാരായി കിടക്കേണ്ടി വരുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. ഇതിങ്ങനെ തുടരുകയാണെങ്കിൽ വിചാരണ നീളുന്നു എന്നൊറ്റ കാരണത്താൽ NIA പ്രതികളാക്കിയവർക്ക് ജാമ്യം കൊടുക്കേണ്ടി വരുമെന്നാണ് സുപ്രീം കോടതി ഡിവിഷൻ ബെഞ്ചിൽ നിന്നും ജസ്റ്റിസുമായ സൂര്യകാന്തും ജോയ്മാല ബാച്ചിയും പറയുന്നത്. 2019 ഗഡ്ചിറോളിയിൽ 15 പോലീസുകാർ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ നക്സൽ അനുഭാവി കൈലാഷ് രാംചന്ദ്രയുടെ ഹർജിയായിരുന്നു കോടതി പരിഗണിച്ചത്. ഇതുവരെയായിട്ടും ഇദ്ദേഹത്തിന്റെ കേസിൽ കുറ്റം എന്താണെന്ന് കോടതി പ്രഖ്യാപിച്ചിരുന്നില്ല. കൂട്ടുപ്രതിക്ക് ജാമ്യം കിട്ടുകയും ചെയ്തിരുന്നു. കേസ് പരിഗണിക്കുന്ന അടുത്ത ദിവസത്തിനുള്ളിൽ പ്രത്യേക കോടതി സ്ഥാപിക്കാത്ത പക്ഷം ഇദ്ദേഹത്തിന് ജാമ്യം കൊടുക്കുമെന്നും കോടതി പറഞ്ഞു. ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കോടതികളെ NIA കോടതികളാക്കി മാറ്റുന്നത് അവിടെ കേസ് നടക്കുന്ന ആളുകളോട് ചെയ്യുന്ന ക്രൂരതയായിരിക്കുമെന്നും അത്തരം തന്ത്രങ്ങളൊന്നും അനുവദിക്കാനാവില്ലെന്നും കോടതി കൂട്ടിച്ചേർത്തു. പുതിയ നിയമങ്ങൾ ഓരോന്ന് കൊണ്ടുവന്നാൽ മാത്രം പോരാ, അതിനനുയോജ്യമായ തരത്തിലുള്ള സൗകര്യങ്ങളും നിയമനങ്ങളും നടത്തണം. സർക്കാർ പ്രതിബദ്ധമായാൽ പോരാ, നടപടികളും ഉണ്ടാവണം, കോടതി പറഞ്ഞു. തടവിലടക്കപ്പെട്ട 6 വർഷമായിട്ടും കുറ്റപത്രം പോലും തയ്യാറാക്കപ്പെടാത്ത കേസിലെ പ്രതി ജാമ്യത്തിനായി സമീപിക്കുമ്പോഴാണ് കോടതി ഇത്തരത്തിൽ സംസാരിക്കുന്നതെന്നത് ശുഭോദർക്കമായ കാര്യമാണോ എന്നത് സംശയകരമാണ്. ജയിലല്ല ജാമ്യമാണ് നിയമം എന്ന സംഹിത നിലനിൽക്കുന്ന രാജ്യത്താണ് കോടതി തങ്ങൾക്ക് ജാമ്യം കൊടുക്കേണ്ടി വരും എന്ന് സങ്കടപ്പെട്ട് സർക്കാരിന് നിർദ്ദേശം കൊടുക്കുന്നത്. നേരത്തെ VR കൃഷ്ണയ്യർ സ്മാരക പ്രഭാഷണം നടത്തിയപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് BR ഗവായി പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. ജാമ്യമാണ് നിയമം എന്ന തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ PMLA, UAPA തുടങ്ങിയ നിയമത്തിന് കീഴിലുള്ള സീരിയസ് ആയ കേസുകളിൽ പോലും നിലവിൽ സുപ്രീം കോടതി ജാമ്യം കൊടുക്കുന്നുണ്ട് എന്ന്. വിചാരണ കൂടാതെ നിരപരാധികൾ അനന്തമായി ജയിലിൽ കഴിയേണ്ടി വരുന്ന അവസ്ഥക്കെതിരെ VR കൃഷ്ണയ്യർ ശക്തമായി പ്രതികരിച്ചിരുന്നതായും അദ്ദേഹം ഓർത്തു. ഇന്ത്യൻ പീനൽ കോഡിലെ കേസുകളിൽ മാത്രമല്ല, UAPA പോലുള്ള മറ്റു നിയമങ്ങൾ പ്രകാരമുള്ള കേസുകളിലും ജാമ്യമാണ് നിയമമെന്ന തത്വം പാലിക്കണമെന്ന് കഴിഞ്ഞ വർഷം ആഗസ്റ്റ് മാസത്തിലെ ഒരു വിധിയിൽ സുപ്രീം കോടതി പ്രഖ്യാപിച്ചിരുന്നതായും ജസ്റ്റിസ് ഗവായി പറഞ്ഞു. ഇതിനൊക്കെ ഇടയിലാണ് പ്രത്യേക കോടതി സ്ഥാപിച്ചില്ലെങ്കിൽ പ്രതികൾക്ക് ജാമ്യം കൊടുക്കേണ്ടി വരുമെന്ന പ്രസ്താവനയോടെ സുപ്രീം കോടതിയുടെ മറ്റൊരു ബെഞ്ച് സർക്കാരിന് വീണ്ടും സമയം നീട്ടിക്കൊടുത്തിരിക്കുന്നത്. ഇന്നത്തെ നിസ്കാരം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നന്ദി.